നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ലിറ്റിൽ നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ആരെയും കാണുന്നില്ലല്ലോ പൊന്നു, എല്ലാവരും വരുമെന്ന് പറഞ്ഞതല്ലേ? ശരിയാ, ആരെയും കാണുന്നില്ലല്ലോ. ഒരു നല്ല അവധിക്കാലം വന്നിട്ട് ഇവരെവിടെ പോയി? വാ പൊന്നു, നമുക്ക് ഈ പൂക്കൾക്കും ചെടികൾക്കും വെള്ളം നനയ്ക്കാം. ശരിയാ, അവരെ കാത്തുനിന്നിട്ട് കാര്യമില്ല. ഇന്ന് രാത്രിയെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. തക്കുടുവിന്റെ വീട്ടിൽ നല്ല മുഴുത്ത കോഴികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന് പോയി നോക്കിയാലോ? വെറുതെ തക്കുടുവിന്റെ വീട് വരെ നടക്കണ്ട, ടോമിച്ചന്റെ വീട്ടിൽ നിന്നാകാം ഇന്നത്തെ ശാപ്പാട്. അയ്യോ, എന്റെ പച്ചി, യോ പ്രേതം. ഹലോ ചേട്ടാ, തുറക്കേട്ടാ. എക്സ്ക്യൂസ് മീ, ഒന്ന് നിന്നേ. ആ വൈദ്യരുടെ വീട് എവിടെയാ? ഞാനും അങ്ങോട്ടാ. ചേട്ടൻ വഴി പറഞ്ഞു തന്നാൽ മതി, പെട്ടെന്ന് അവിടെ എത്തണം. എന്താ, വല്ല പാമ്പും കടിച്ചോ അതോ വല്ലതും കണ്ട് പേടിച്ചോ? ഒന്നും പറ്റിയില്ലെന്നേ. പറ്റുന്നതിന് മുമ്പ് അവിടെ എത്തണം. പിന്നിലാ മുള്ളം വരുന്നുണ്ട്. വൈദ്യരുടെ അടുത്ത് ചെന്നാൽ എന്ത് പറ്റിയാലും പ്രശ്നമില്ല, എല്ലാം വൈദ്യർ നോക്കിക്കൊള്ളും. നേരെ പോയി രണ്ടാമത്തെ ജംഗ്ഷനിൽ നിന്ന് വളഞ്ഞ് രണ്ടാമത്തെ ഗുഹ. എന്നാ ശരി, ഞാൻ ജീവനും കൊണ്ട് പോട്ടെ ചേട്ടാ. മുള്ളൻ എന്തിനാ ഓടിക്കുന്നതെന്ന് പറഞ്ഞില്ല? അത് പറയാനൊന്നും നേരമില്ല. എനിക്കെൻ്റെ ജീവനാ വലുത്. ചേട്ടാ, കരടിക്കുട്ടൻ ഈ വഴി വന്നോ?
വൈദ്യരുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നത് കണ്ടു. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഞങ്ങൾ തമ്മിലല്ല, ദേ നോക്കിയേ. അമ്മേ, ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ, സീബ്രക്കുട്ടൻ. ഇതെന്താ ഈ നിറം? സീബ്രകൾ വെള്ളയും കറുപ്പും വരെയല്ലേ അല്ലേ? അത് തന്നെയാ പ്രശ്നം. കരടിക്കുട്ടന്റെ പുതിയ ബ്യൂട്ടി പാർലറിൽ പോയതാ. എന്താ വന്ന കാര്യം? മേക്കപ്പ് ചെയ്യാനാണോ? ദേ ഇത് എന്റെ ഫ്രണ്ടാ. ഹലോ. ഇങ്ങേരുടെ കറുപ്പ് വര മങ്ങിപ്പോയെന്ന്, അതൊന്ന് തെളിയിച്ചു കൊടുക്കണം, അതിനാ വന്നത്. ഇതേ ഉള്ളൂ, മങ്ങിയ കറുത്ത വര ഒന്ന് തെളിയിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. എനിക്ക് മനസ്സിലായല്ലോ, കറുപ്പ് നിറം മങ്ങിയെടുത്ത് കറുത്ത പെയിന്റ് അടിക്കണം. ഇനി പറ, അവരെ ഞാൻ എന്ത് ചെയ്യണം? തക്കുടു, നിനക്കിത് എവിടുന്ന ഇത്രയും ബർഗർ? അതിന് മാത്രം കാശ് നിന്റെ അടുത്തുണ്ടോ? അതൊന്നും നിങ്ങൾ അറിയണ്ട, വേണമെങ്കിൽ തിന്നാ മതി. അതെ, വേണേ തിന്നിട്ട് പോടെ, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു? അത് നല്ല സുഖമൊന്നുമില്ലായിരുന്നു, തലവേദനയായിരുന്നു. അല്ലല്ല, വയറുവേദനയായിരുന്നു. വയറുവേദന ആയിട്ടാണ് ഇങ്ങനെ ബർഗർ തിന്ന് നടക്കുന്നേ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, വാ തക്കുടു, നമുക്ക് പോവാം. ഇവർക്കിത് എന്തു പറ്റി? അവരുടെ സ്വഭാവമെല്ലാം മാറിയിട്ടുണ്ടല്ലോ. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തന്റെ സർവ്വ സൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. ഈശോ പറയുന്നു, നിനക്കെപ്പോഴും ആശ്രയിക്കാൻ കഴിയുന്ന നിന്റെ കൂട്ടുകാരനാണ് ഞാൻ. അതെ, നമുക്കെന്നും ആശ്രയിക്കാൻ പറ്റുന്ന നമ്മുടെ ഉത്തമ കൂട്ടുകാരനാണ് ഈശോ. അച്ഛൻ ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ഉണ്ണീശോ നമ്മുടെ നല്ല കൂട്ടുകാരനാണെന്ന്. പക്ഷെ അച്ഛാ, നമ്മൾ എങ്ങനെ ഈശോയോട് കൂട്ടുകൂടും? നമ്മൾ ഈശോയോട് സംസാരിക്കാതെയും ചിരിക്കാതെയും ഒക്കെ നടക്കുന്നത് ഈശോയ്ക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മുടെ സന്തോഷങ്ങളാകട്ടെ ദുഃഖങ്ങളാകട്ടെ എല്ലാം ഈശോയോട് പങ്കുവെക്കുക. അതെങ്ങനെയാ അച്ഛാ? നമ്മുടെ വിഷമങ്ങൾ എന്തു തന്നെയായാലും, പരാജയങ്ങൾ, കുടുംബത്തിൽ സമാധാനമില്ലായ്മ, സാമ്പത്തിക ബുദ്ധിമുട്ട്, പാപാവസ്ഥ എല്ലാം ഈശോയോട് പറയുക. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഈശോനെ കൂട്ടിന് വിളിക്കുക. അതായത് നമ്മുടെ ജീവിതം ഈശോയിൽ പൂർണ്ണമായും അർപ്പിച്ചിരിക്കണം അല്ലേ? അതേ കിട്ടൂ. ഈശോയ്ക്ക് നമ്മോട് അത്രമാത്രം സ്നേഹമുണ്ടായിട്ടാ അവിടുന്ന് നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചത്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് തിരുവചനം പറയുന്നു. ഈ അവധിക്കാലം ഞങ്ങൾ കൂടുതലും പ്രാർത്ഥനകളാൽ ചെലവഴിക്കും. അച്ഛൻ ഞങ്ങൾക്കൊരു സുഹൃത്ത് ജപം പറഞ്ഞു തരാമോ? എന്റെ ഈശോയുടെ മധുരമായ തിരുഹൃദയമേ, അങ്ങയെ എപ്പോഴും അധികമധികം സ്നേഹിക്കാൻ എനിക്ക് കൃപ തരണമേ. വേഗം പിച്ചി, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് വേഗം ശാഖിലാക്ക്. പിള്ളേരെ വല്ലവരും കണ്ടോ? ഇല്ലില്ല. ആ, എന്താ പിടിച്ചോ. അവർ കേട്ടില്ലെന്ന് തോന്നുന്നു. അതെ, പക്ഷെ നീ അവരുടെ കയ്യിൽ കണ്ടോ? കുറെ പൈസ ഉണ്ടല്ലോ.
അതേ കിട്ടു. ഇവർക്കിത് എവിടുന്നാ കിട്ടുന്നേ? നമുക്ക് ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം, അവർക്ക് നല്ല ബുദ്ധി കാട്ടിക്കൊടുക്കാൻ. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയെ എപ്പോഴും എപ്പോഴും അധികം സ്നേഹിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടുകാർക്കും കൃപയേകണമേ. സാത്താന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഹായ് മിഖായേൽ. മിഖായേലേ, ഞങ്ങൾ വളരെ വിഷമത്തിലാണ്. അവധിക്കാലമായിട്ടും കൂട്ടുകാർ കളിക്കാൻ വരുന്നില്ല. അവർ ചീത്ത കൂട്ടുകെട്ടുകളിൽ വീണുപോയോന്നൊരു സംശയം. നിങ്ങളുടെ സംശയം ശരിയാണ് കൂട്ടുകാരെ. അവർ മോഷണം തുടങ്ങിയിരിക്കുന്നു. അവർ കർത്താവിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. മോഷണമോ? സത്യമാണോ മിഖായേൽ? അതേ കൂട്ടുകാരെ. മിഖായേൽ, ഞങ്ങളുടെ കൂട്ടുകാരെ സഹായിക്കാമോ? അവരെ നേർവഴിയിൽ തിരിച്ചു കൊണ്ടുവരാമോ? തീർച്ചയായും. മമ്മി, എനിക്ക് നാളെ ചിക്കൻ വേണം. നമുക്ക് നാളെ ആ തടിച്ച കോഴിയെ വറക്കാം. അതിനെന്താ, എന്റെ പൊന്നുമോന് മമ്മി ഉണ്ടാക്കി തരാലോ. താങ്ക് യു മമ്മി. കോഴിയാണത്, വെച്ചിട്ട് പോടാ. എടാ തക്കുടു, എന്റെ വീട്ടിലത്തെ ആടിനെ ആരോ കട്ടുകൊണ്ടുപോയോടാ. വെല്ലുമിച്ച് വിൽക്കാൻ വെച്ചതായിരുന്നു. ഞാൻ വിൽക്കാൻ വെച്ചതല്ല, കഴിക്കാൻ വെച്ചതിനെയാ കൊണ്ടുപോയത്. എന്ത്? മുഴുത്തൊരു കോഴിയെയാ ആ കുറുക്കൻ കൊണ്ടുപോയത്. ഇന്ന് ചിക്കൻ കഴിക്കേണ്ട ഞാൻ. എന്തു പറ്റി? നീ എന്തിനാ കരയുന്നു തക്കുടു? തക്കുടുവിന്റെ വീട്ടിലെ കോഴിയെയും എന്റെ വീട്ടിലെ ആടിനെയും ആരോ തട്ടിക്കൊണ്ടുപോയി. നിങ്ങൾ നിങ്ങളുടെ വിഷമം ഉണ്ണീശോയെ അറിയിച്ചോ? ഇല്ല. അറിയിച്ചിട്ട് എന്ത് കാര്യം? കട്ടുകൊണ്ട് പോയതിനെ തിരിച്ചു കിട്ടോ? അതെ, ചിലപ്പോൾ തിരിച്ചു തന്നെന്നും വരും. അച്ഛൻ പറഞ്ഞിട്ടില്ലേ പ്രസംഗത്തിൽ, നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ണീശോയോട് പങ്കുവെക്കണമെന്ന്? വലിയ ഉപദേശം വന്നിരിക്കുന്നു. നഷ്ടം വന്നത് ഞങ്ങൾക്കല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാ മതി. അതെ, സ്വസ്ഥമായി ഇരിക്കാനും സമ്മതിക്കില്ല. വാ ബെറ്റി, നമുക്ക് പോവാം. ഇവര് നമ്മൾ വിചാരിച്ചാൽ നന്നായില്ലെന്ന് ഉറപ്പാ. നമുക്ക് കൂടുതൽ കാശുണ്ടാക്കിയിട്ട് പുതിയത് വാങ്ങാം. തക്കുടു, നീ ഓടാൻ നോക്കണ്ട. നിന്റെ കയ്യിലെന്താ? അത് ഒന്നുമില്ല. നിങ്ങൾ മോഷ്ടിച്ച മാങ്ങയല്ലേ? ആര് പറഞ്ഞു മോഷ്ടിച്ചതാണെന്ന്? ഞാൻ പറഞ്ഞു. നിങ്ങൾ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? പ്രകൃതിയിലെ ഒന്നും ആർക്കും സ്വന്തമല്ലല്ലോ. പിന്നെ എങ്ങനെ ഇത് മോഷണമാകും മിഖായേൽ? ശരി, നമുക്ക് ഒരിടം വരെ പോകാം. ഇത് നമ്മൾ എവിടെയാ മിഖായേൽ? വരൂ. എന്റെ ഈശോയെ, ഞങ്ങളുടെ മേൽ നീ കരുണ ചൊരിയണമേ. ഇവളുടെ ദീനം മാറ്റണമേ. ഏയ്, നിങ്ങളെ വിഷമിക്കാതിരിക്കുന്നേ. ഈശോ എന്തായാലും ഒരു വഴി കാണിച്ചു തരും. ആ മാങ്ങകളെല്ലാം വിറ്റിട്ട് നിന്നെ ഡോക്ടറെ കാണിക്കാമെന്നാണ് കരുതിയത്. ഇനിയിപ്പോ പാവ മുത്തശ്ശൻ. അവരുടെ മാങ്ങകൾ ആരാണ് മോഷ്ടിച്ചത്? നിങ്ങൾ രണ്ടുപേരും. ഞങ്ങളപ്പോ എടുത്തത്.
മനസ്സിലായില്ലേ? പ്രകൃതി ആരുടെയും സ്വന്തമല്ല, എന്നാൽ അത് ചിലരുടെ ഉപജീവനം കൂടിയാണ്. അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ ഉള്ള വിഷമം നിങ്ങൾ അറിഞ്ഞില്ലേ? പിശാച് നമ്മളെ കൊണ്ട് ഏറ്റവും അധികം പാപം ചെയ്യിക്കുന്നത് നാം വെറുതെ സമയം ചെലവഴിക്കുമ്പോഴാണ്. ബൈബിൾ പറയുന്നു, അലസത സാത്താന്റെ പണിപ്പുരയാണെന്ന്. ഇന്ന് കുട്ടികൾ കൂടുതൽ തിന്മ ചെയ്യുന്ന ഒരു കാലമായി അവധിക്കാലം മാറിയിട്ടുണ്ട്. അതിനു കാരണം ലക്ഷ്യബോധമില്ലാത്ത മനസ്സാണ്. അപ്പോൾ സാത്താൻ അതിൽ തിന്മ കൊണ്ട് നിറച്ച് നാശത്തിലേക്ക് നയിക്കും.